പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് കേസ്. അപ്പോൾ ഞാനിതൊക്കെ കണ്ട് നമ്മള് ദിനത്തിലെ ഇന്നസെന്റ് എണ്ണപ്പോൾ ഇങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു 2 മാസത്തിന് മുമ്പെയാണ് ബിജു സോപാനം അതുപോലെ ശ്രീകുമാർ ഇവർക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് ഉപ്പും മുളകും ടീമിന് എതിരെ ഇവർക്കെതിരെ കേസ് വരുന്നതും അതിന് എന്താണ്. പക്ഷേ ഇതുവരെയും ഇവർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബിജു സോപാനമാണെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും എന്താ പറയുക, ബിജു സോപാനത്തിനെ ആയിരുന്നു കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, അതിൽ ഒരുപാട് സ്വാതന്ത്ര്യം എടുത്തതുകൊണ്ടാണ് അങ്ങനെയാണ് അതിൽ ഓരോ എടുത്ത് നോക്കുമ്പോഴും അതിൽ ബിജു സോപാനം തന്നെയാണ് തെറ്റുകാരൻ. അതുപോലെ ശ്രീകുമാറും തെറ്റുകാരനാണെന്നുള്ള രീതിയിൽ പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ബിജു സോപാനം അതിനെതിരെ എന്താണ് ഇൻ്റർവ്യൂ അതുപോലെ ഒരു എവിടെയും വന്നിട്ട് ഒരു കാര്യങ്ങളും പുള്ളിക്കാരൻ വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ നടന്ന സംഭവങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതെല്ലാം കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് ബാക്കി ഭാഗങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. വ്യക്തിപരമായ രീതിയിലോ ഇനി യാതൊരുവിധ ഇത്തരം ആരോപണങ്ങൾ ഇതിലുണ്ടായിട്ടില്ല. എല്ലാവരും വളരെ സൗഹാർദ്ദപരമായി വളരെ രസിച്ചും കളിച്ചും തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ പ്രോഗ്രാമിൽ ചില തർക്ക വിഷയങ്ങളുണ്ടാവും. കാരണം ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഈ ഞാനുള്ള സമയം വരെ ഈ റിസണിൽ, കാരണം അവരിപ്പോൾ മാറ്റി നിർത്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണ വിധേയരായ മാറ്റി നിർത്തുക, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇടപെടും. അതായത് സ്ക്രിപ്റ്റിൽ ചിലപ്പോൾ എൻ്റെ കഥ ഒരുപാട് എത്രയോ കഥ, കാരണം ഇതിൽ ഈ പറയുന്ന മാധവൻ തമ്പി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ രീതി എൻ്റെ അച്ഛനാണ്, കുട്ടമ്പിളൻ്റെ അപ്പൂവനാണ്. അവിടെ വസ്തുതർക്കവും കാര്യങ്ങളും എൻ്റെ വസ്തുവിന് വഴിയില്ല, റിയൽ എൻ്റെ അച്ഛൻ. അപ്പോൾ അത് ഞാൻ എനിക്ക് എന്തൊക്കെ എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന വേദി പ്ലാറ്റ്ഫോം കൂടിയാണിത്. അതിനുള്ള ഒരു എന്താ പറയുക, അത് നമുക്കതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ണികൃഷ്ണൻ സാർ തന്നിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ ഒരു കാവലൻ സാറിനെ പറയുന്നത് എൻ്റെ ഒരു ഗുരുവാണ് ഉണ്ണികൃഷ്ണൻ സാറ്. അപ്പോൾ പുള്ളി ആദ്യം എന്തോ പ്രശ്നം ഉണ്ടായിപ്പോയി, രണ്ടാമത് വന്നു. അപ്പോഴും പുള്ളി എന്നോട് പറയണം, നീ പഴയതുപോലെ തന്നെ ഈ എല്ലാ കാര്യത്തിലും ഇടപെടണം, ഈ സ്ക്രിപ്റ്റിൽ കാര്യങ്ങളൊക്കെ വേണം, പിന്നെ എന്തെങ്കിലും തിരുത്തൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള അനുവാദം തന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ ചിലർക്ക് ഈ പറയുന്ന പോലെ നമ്മൾ എഴുതി വരുമ്പോഴാണ് അറിയണം ചില ഡയലോഗ്സുകൾ. ചിലപ്പം സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് സീനിയറൊന്നുമില്ല. ഞാൻ ഈ നാടകത്തിൽ നിന്നുകൊണ്ട് ഒരേ സമയം ഒരു നാടകത്തിൽ രാജാവുകയും മറ്റേ വേറൊരു നാടകത്തിൽ കുന്തം പിടിക്കണം ചെയ്യും. അങ്ങനെ ഒരു വിചാരിക്കുമ്പോൾ അതിൻ്റെ പ്രാതിനിധ്യം കുറഞ്ഞു പോയത് ചില തർക്ക വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പലരോടും പറഞ്ഞിട്ടുണ്ട് അകത്താക്കും എന്നൊക്കെ. അത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ അതിൻ്റെ ഭാഗമാണോ ഇതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബിജു ഇതിൽ പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഒരു സീനിയർ നടിയാണ് ആദ്യം കേസ് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് ഈ ഒരു സംഭവം നേരത്തെ ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാ നടിയെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സീനിയർ നടിയാണ്, ബിജു സോപാനത്തിൻ്റെ കൂടെ തന്നെ അഭിനയിക്കുന്ന ഒരു സീനിയർ നടി തന്നെയാണ്, കൂടെ ഒപ്പമുള്ള ഒരു നടി തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്ന തരത്തിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബിജു സോപാനും അത് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ. ബിജു പറയുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ ഇതിന്ന് പോയിട്ട് പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അയാൾ എന്തിനാ പോയെന്നുള്ളത് അറിയാം. നിഷ സാരംഗിനെ അപമര്യാദയായിട്ട് പെരുമാറിയതിനാണ് പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പുറത്താണ് പിന്നെ എല്ലാം സോൾവ് ചെയ്തിട്ട് പിന്നെയും പുള്ളിക്കാരൻ അകത്തോട്ട് ഇതിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഇത്രയും നാളും ബിജു സോപാൻ എന്തിനാണ് വെറുതെ ഇരുന്നത്, എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. പലരും ചോദിച്ചു എന്നോട്, എന്തുവന്ന് പെട്ടെന്ന് തുറന്ന് പറഞ്ഞില്ല, എന്തുകൊണ്ട് താമസിച്ചു? ഒരു ലൈംഗിക അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാണ്, FIR ഇടും. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വർഷത്തെ ഒരു എൻ്റെ കലാജീവിതത്തിനിടയിൽ ഫസ്റ്റ് ടൈമിൽ ഇത് വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ഞാൻ മാത്രമല്ല, കുടുംബം പേടിക്കില്ലേ? എനിക്കൊരു മകളുണ്ട്, ഈ കൊടുത്തൊരു സ്ത്രീയാണെന്നറിയാം. അപ്പം എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ, മോള് സ്ത്രീയല്ലേ, അമ്മ, സഹോദരിമാർ, പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? പിന്നെ ധൈര്യം എന്താണ്? അങ്ങനെ സംഭവം ഇല്ല, എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോൾ അലിയെടുത്ത് പറയണം, എനിക്ക് ഇങ്ങനൊരു സംഭവം ഇല്ല, ആരും വിശ്വസിക്കുമോ? ഇല്ല. അപ്പം അത് നമ്മൾ നിയമത്തിൻ്റെ വഴിയെ പോകണം. അപ്പം നിയമം അനുശാസിക്കുന്ന രീതിയിലും പറയുന്ന രീതിയിലും എനിക്ക് ജുഡീഷ്യലിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് അവർ പറയുന്ന പോലെ എനിക്ക് കേൾക്കാൻ പറ്റൂ. അപ്പോൾ
എന്താണ് അന്ന് ബിജു സോപാനം പ്രതികരിക്കാതിരുന്നത്, അന്ന് പെട്ടെന്ന് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നിയമത്തിനെതിരാവും, അല്ലെങ്കിൽ അങ്ങനെ നിയമത്തിന് അതീതനായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിയമം എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പല ഇൻ്റർവ്യൂവിലും ഒന്നും പറയാതിരുന്നതും അതുപോലെ തന്നെ പ്രതികരിക്കാതിരുന്നതും എന്നാണ് പറയുന്നത്. FIR ഇട്ട ഒരു പ്രതിക്ക് എന്താണ് പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് സംസാരിക്കുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ അത് എന്തും വന്ന് തുറന്നു പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ നിയമക്കുരുകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ബിജു സോപാനം വന്ന് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ ബിജു തെറ്റുകാരനാണെന്നുള്ള രീതിയിലാണ് പലവരും ബിജു സോപാനത്തിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിജു പറയുന്നത് നിയമത്തിൻ്റെ വഴിക്കാണ് ഞാൻ നീങ്ങിയിട്ടുണ്ടായിരുന്നത്, എന്താണ് എൻ്റെ ഭാര്യയും എൻ്റെ മകളും എല്ലാവരും സ്ത്രീകളാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് എന്താണ് ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്ന സമയത്ത് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്കത് നമ്മുടെ ഓർക്കാപ്പുറത്ത് നമ്മുടെ മേൽ ആ ഒരു തെറ്റ് ചുമത്തപ്പെടുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സംഭവമാണ് ഇപ്പോൾ ബിജു സോപാനത്തിനും സംഭവിച്ചത്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ അത് പ്രതികരിക്കാതിരുന്നതും. ഇപ്പം എന്തായാലും പുള്ളിക്കാരൻ വന്നിട്ട് എന്താണ് പബ്ലിക്കിന് മുമ്പിൽ പുള്ളിക്കാരൻ്റെ നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കോടതിയിൽ വേറൊരു വിഷയത്തിലായിരിക്കും അത് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും പബ്ലിക്കിന് മുമ്പിലൊന്നും വന്ന് പറയാതിരുന്നത്. ഇപ്പോൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അതെടുത്ത് പല രീതിയിലായിരിക്കും അത് പ്രതികരിക്കുന്നതും പല രീതിയിലായിരിക്കും അത് പുറത്ത് വരുന്നതും. അതുകൊണ്ട് തന്നെയായിരിക്കും ബിജു സോപാനം സൈലൻ്റ് ആയിട്ട് ഇരുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ബിജു സോപാനത്തിന് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നെങ്കിലും അത് ബാക്കിയുള്ളത് നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന രീതിയിൽ പറയാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ ചോദിച്ചാൽ അങ്ങനെ അത്ര ആ ഒരു വാക്കെങ്കിലും പറയാമായിരുന്നു. ഒന്നും പറയാതിരുന്നത് കൊണ്ട് തന്നെ ഇത്രയും നാൾ ബിജു സോപാനം തെറ്റുകാരനാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നതും എല്ലാവരും പുള്ളിക്കാരൻ്റെ മേൽ ചുമത്തിയിരുന്നതും. അപ്പോൾ ആ ഒരു വാക്കെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് കുഴപ്പമില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇതിൽ തോന്നുന്നത്. എന്തായാലും നമുക്ക് ബാക്കി ഭാഗം കൂടെ ഒന്ന് കണ്ടു നോക്കൂ. ആരെ ധരിപ്പിക്കാനാണ്? ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്, അവർ വിചാരിക്കും ബിജുട്ട എന്തുകൊണ്ട് പറയാ, ഇല്ല ഇയാൾ ഇങ്ങനെ ചെയ്യൂ, ബീച്ചേടാന്ന് പറയില്ല, ബാലു ഇങ്ങനെ ചെയ്യുമെന്ന്. അവര് ക്യാരക്ടർ പറയുള്ളൂ. അപ്പൊ എനിക്ക് ഇത് ഏറ്റിക്കുന്നത് ബാലുവിനല്ല, ബിജു സോപാനത്തിന് പറയാനുള്ളത് കേട്ടോക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അതിക്രമം. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലോ, എത്ര മിനിറ്റ് ചടച്ചു നോക്കിയാലോ, കൈ ഓങ്ങിയാലോ ഒക്കെ ലൈംഗിക അതിക്രമമാണല്ലോ. ഇത്ര സെക്കൻഡ് നോക്കിയാൽ പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് കേസ്. അപ്പോൾ ഞാനിതൊക്കെ കണ്ട് നമ്മളെ ദിനത്തിലെ ഇന്നസെന്റ് ഉണ്ടപ്പോൾ ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറി. അവരത് എൻ്റെ അകത്ത് നോക്കട്ടെ. ഡിലീറ്റ് ചെയ്താലും എന്ത് ചെയ്താലും കണ്ടുപിടിക്കാം. അപ്പൊ അത് വരട്ടെ. അപ്പൊ അതിനോട് സമയം എനിക്ക് തരണം അല്ലേ? അത് വരട്ടെ. അപ്പൊ പിന്നെ എല്ലാം എന്താണ് തെളിയില്ലേ എന്താണ്. അപ്പൊ ഈ അവിടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ, വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ, അതോ ഇനി ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിച്ചതാണോ? ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ചില അന്തം വിട്ട എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ ഒന്നും അറിയില്ല. എന്തായാലും എന്താണ് അത് തെളിയട്ടെ എന്ന് തന്നെയാണ്, കോടതി തെളിയിക്കട്ടെ എന്നാണ് ബിജു സോപാനം പറയുന്നത്. അപ്പോൾ എന്താണ് ഭാര്യയും മക്കളും അതുപോലെ കൂട്ടുകാരും വിശ്വസിക്കുന്നത് പോലെ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും പുള്ളിക്കാരൻ പ്രതികരിക്കാതിരുന്നതും ഇതുവരെ സൈലൻ്റായിട്ട് ഇരുന്നതും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറയുന്ന സമയത്ത് ആരും വിശ്വസിക്കില്ല. എന്ത് വന്ന് പറഞ്ഞാൽ തെളിവുകൾക്കാണല്ലോ മുൻഗണന എന്ത് തന്നെയാണെങ്കിലും. ഇപ്പം നമ്മുടെ കൂടെ തന്നെ ഉള്ളവരായതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നമ്മളെ വിശ്വസിക്കും. പക്ഷേ പബ്ലിക് അത് അംഗീകരിക്കണമെന്നില്ല. പബ്ലിക് പക്ഷേ വേറൊരു രീതിയിലായിരിക്കും അത് കേൾക്കുന്നതും പ്രതികരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ മിണ്ടാതിരുന്നത്. അത് തന്നെയാണെങ്കിലും സത്യം മറതയ്ക്ക് പുറത്ത് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പെട്ടെന്ന് തന്നെ ഇതിൽ എന്താണ് നടന്നിരിക്കുന്നത്, എന്താണ് ഇതിൽ സത്യാവസ്ഥ എന്നുള്ളത് പുറത്ത് വരട്ടെ. എന്തായാലും നിയമവും ബിജു സോപാനം പറഞ്ഞതുപോലെ തന്നെ എന്ത് ഡിലീറ്റ് ചെയ്താലും അത് തിരിച്ചെടുക്കാനുള്ള പല ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ എല്ലാം നിയമത്തിൻ്റെ വഴിക്ക് വിട്ടുകൊടുത്തിരിക്കണം. അതെന്തായാലും പുറത്ത് വരട്ടെ എന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നതും. അതെന്തായാലും ഈ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ പുറത്ത് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.